ഇല്ലിക്കാടുകൾ എന്ത് പൊട്ടിക്കാലോ നമുക്ക്. കൊച്ചലിവാലൻ മീശയുമാ അച്ഛനെയവിടെ കണ്ടോ, എന്നച്ഛനെയവിടെ കണ്ടോ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഇപ്പോൾ പറമ്പിൽ പോയപ്പോഴേ ഒരു വാഴയുടെ കുടപ്പൻ കിട്ടി. ഒന്നല്ല രണ്ടെണ്ണം കിട്ടി കേട്ടോ. അത് നമുക്ക് കയ്യെത്തണ ദൂരത്തായതുകൊണ്ട് എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തോരൻ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ. അപ്പം നമ്മൾ മുൻപും വെച്ചിട്ടുണ്ട് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പൂവ് തോരൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മുതിര ഇട്ടിട്ട് വയ്ക്കാനാണ് വിചാരിച്ചിട്ട്. മുതിര ഇട്ടിട്ട് ഒരു ദിവസം ഞാനൊരു എവിടെയോ സദ്യക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു തോരൻ കിട്ടി. അതിൽ മുതിരയൊക്കെ വളരെ കുറവുണ്ടായിരുന്നുള്ളൂ, കുറേ ഉണ്ടാക്കണ്ടേ. വാഴക്കൂമ്പ് തോരനായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാമല്ലേ ജയശ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് പൊട്ടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുതിരയാണല്ലോ, മുമ്പ് വേവിക്കണ്ടേ. അപ്പം പിന്നെ ഒരു ഗ്ലാസ് മുതിര എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഒരു ഗ്ലാസ് മുതിര. ഇതൊന്ന് നോക്കണം കേട്ടോ, അതിൽ കല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയിട്ട് മേശമ ഇട്ടിട്ട് ഒന്ന് തിരഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. പൊട്ട മുതിര ഉണ്ടെങ്കിൽ അത് കളയാം. അതുപോലെ കല്ലുണ്ടെങ്കിൽ ഒക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി അടുപ്പത്ത് വയ്ക്കാം. തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വേവും കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് വേവൊക്കെ ചെയ്യും. ഒരു 4 വിസിൽ വരുത്തിയാൽ മതി നമുക്ക്. അപ്പോൾ അടുപ്പത്തിടാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ മുളകാപ്പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുളകാപ്പച്ചടി തൃശ്ശൂർക്കാർക്ക് അത്ര വശമില്ല, കണ്ടിട്ട് പോലും ഇല്ല. കുറേ പേര് പറഞ്ഞു കേട്ടോ കമൻറ്റിൽ. ഞാനിങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. അങ്ങനെ പലരും പല അഭിപ്രായം പറഞ്ഞു. ഇതിലെങ്ങനെ സ്വാദ് ഉണ്ടാവുമോ, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടി നേരിട്ട് പറയാൻ നല്ലതെന്ന് എനിക്ക് തോന്നണം. എന്താ കാരണം വെച്ചാൽ ഓരോരുത്തരുടെ അഭിപ്രായത്തിനും മറുപടി എഴുതുന്നേക്കാളും നല്ലത് ഇങ്ങനെ പറയല്ലേ എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ. മുളകാപ്പച്ചടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ, അതായത് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ഒരു കറിയല്ല. അത് നല്ല വള്ളുവനാടിലെ കറിയാണെന്നാണ് പറഞ്ഞത്. വള്ളുവനാടിലെ ഒരാളാണ് എന്നോട് പറഞ്ഞത് ഇത് ഉണ്ടാക്കാനായിട്ട്. അമ്പിളി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് കല്യാണം കഴിച്ചു വന്ന ഒരാളാണ്, അമ്പിളി. അപ്പോൾ അമ്പിളി പറഞ്ഞു ടീച്ചറെ മുളകാപ്പച്ചടി വള്ളുവനാടിൻ്റെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കത് റെസിപ്പി പോലും അയച്ചു തന്നു. ആ റെസിപ്പി നോക്കി ഞാൻ വേറെ 2-3 റെസിപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരെണ്ണം മാത്രം വ്യത്യസ്തമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ടീച്ചർ അയച്ചിരുന്ന റെസിപ്പി തന്നെ സ്വീകരിച്ചു. നമ്മുടെ നല്ലയിടത്ത് അടുക്കളയിലെ ശ്രീല ടീച്ചറുടെ റെസിപ്പിയാണ് നോക്കിയത്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു. അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. അവർ ചെയ്ത പോലെ തന്നെ അളവൊക്കെ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നൊസ്റ്റാൾജിയ എന്ന് പറയില്ലേ, നൊസ്റ്റാൾജിയ. അതായത് നമ്മൾ കുട്ടിക്കാലത്ത് എന്താണോ കഴിച്ചത് അതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക അല്ലേ. കുട്ടിക്കാലത്ത് മാങ്ങ ചമ്മന്തിയും അല്ലെങ്കിൽ അരച്ച് കലക്കിയും അല്ലെങ്കിൽ പപ്പടം ചുട്ടതൊക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അത് കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. എന്നതുപോലെ നമ്മൾ കഴിച്ചിരിക്കുന്നത് ഇവിടെ പുളിഞ്ചിയാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അമ്പിളിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. പുളിഞ്ചി രണ്ടും കൂടി തരാണെങ്കിൽ കൂടുതൽ ഇഷ്ടം പുളിഞ്ചി ആവുള്ളൂ. എന്തായാലും കുറേ പേരിന് അഭിപ്രായം ചോദിച്ചിട്ട് ഉണ്ടാക്കി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. എൻ്റെ മോന് ഒരാൾക്ക് ഇഷ്ടം അത്രയായില്ല. ഇത് ശരിയായിട്ടില്ല അമ്മ, ഈ റെസിപ്പി ഇടണ്ട കേട്ടോ, ആൾക്കാരെ അമ്മ പറ്റിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കിഷ്ടമില്ലാത്തത് അവന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അത് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളെ ഉലുവ, പിന്നെ ഉഴുന്നുപരിപ്പ്, പിന്നെ എള്ള്, ഇതൊക്കെ പൊടിച്ച് ഇടുന്നതല്ലേ. ചില ആൾക്കാർക്ക് അതിന് ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്കിഷ്ടമായി, രാജേട്ടന് ഇഷ്ടമായി, ജയശ്രീക്ക് ഇഷ്ടമായി, പിന്നെ അനുവിന് ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമായി. കുട്ടികൾക്ക് സാധാരണ അങ്ങനത്തെ ഇഷ്ടമാവില്ലല്ലോ. എന്തായാലും ഞാൻ ഉണ്ടാക്കി. അപ്പം ഞാനത് രണ്ട് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എല്ലാ ദിവസവും കഴിച്ച് അതിനോട് ഇണങ്ങിച്ചേരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയുള്ളൂ. അല്ലാതെ നമ്മൾ കഴിക്കാത്തൊരു സാധനം പെട്ടെന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല.
പിന്നെ അമ്പിളി എന്നെ വിളിച്ച് ചോദിച്ചു, ടീച്ചർ ഞാൻ അമ്പിളിക്ക് ഇട്ട് കൊടുത്തൂടെ ഇത് എൻ്റെ വീഡിയോ. അപ്പോൾ അമ്പിളി ചോദിച്ചു ടീച്ചർക്ക് ഇഷ്ടമായോ? എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അമ്പിളിയുടെ കുട്ടിക്കാലത്ത് അമ്പിളി ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ പുളിഞ്ചി അത്ര ഇഷ്ടമില്ലാത്ത പുളിച്ചിലത്തെ ഇഞ്ചി കടിക്കുമ്പോൾ അമ്പിളിക്ക് ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമാണ്. അതായത് നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ കാര്യം. എന്തായാലും ഞാനത് 2 കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വൈകുന്നേരം ഊണ് കഴിക്കുമ്പോൾ കഴിക്കും. ജയശ്രീക്കും കൊടുത്തു, രാജേട്ടനും കൊടുത്തു. അവരൊക്കെ ഇങ്ങനെ കഴിച്ച് ശരിയാവണു. വെച്ച് നോക്കൂ, പുതിയ ഒരു ഡിഷല്ലേ. ആദ്യം കഴിക്കുമ്പോൾ ഒരു പക്ഷേ പിടിച്ചില്ല എന്ന് വരാൻ കാരണം പുതിയ പുതിയ സാധനങ്ങളിൽ ചേർത്തിരിക്കണം. അതുകൊണ്ട് എങ്കിലും നമുക്കതിനോട് ഒന്ന് രമ്യതപ്പെടാം, അത് ഇഷ്ടപ്പെടണം. അത് കേരളത്തിലെ ഒരു നല്ല ഒരു കറി തന്നെയാണ്. ചേർത്തേക്കുന്ന സാധനങ്ങൾ നല്ലത് തന്നെയാണ്. ഉഴുന്നുപരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. എള്ള് എന്ന് പറഞ്ഞാലോ അതിനേക്കാളും വിശേഷം. പിന്നെ എള്ളെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത്, വെളിച്ചെണ്ണയിലല്ല. അങ്ങനത്തെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. എന്തായാലും മുളകാപ്പച്ചടി ഞാൻ ഉണ്ടാക്കി. പുതിയ ഒരു റെസിപ്പി എനിക്ക് കിട്ടി. മാത്രമല്ല എൻ്റെ ഈ വ്യൂവേഴ്സ് കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. ഇനി കാണാത്തവർ കാണൂ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നമുക്കറിയണ്ടേ വള്ളുവനാടൻ രുചി, പാലക്കാടൻ രുചി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഇന്നത്തെ വാഴപ്പൂവ് കറിയിലേക്ക് കിടക്കാൻ ധാരാളം ഫൈബറുള്ള സാധനമാണ് ഈ വാഴപ്പൂവ് എന്ന് പറഞ്ഞാൽ. നമുക്കത് പിണ്ടി പോലെ തന്നെ വളരെ നല്ലതാണ്, വയറിനൊക്കെ നല്ലതാണ്, മുതിര നല്ലത് തന്നെയാണ്, കഴിക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൊപ്പര ആദ്യം തന്നെ കടഭാഗം ഇങ്ങനെ താത്തി ചെത്തുക. അപ്പോൾ എളുപ്പത്തിൽ പോള ഇങ്ങനെ കളയാൻ പറ്റും. കണ്ടോ, 2-3 പോള കളഞ്ഞു. അതിൻ്റെ ഈ ചുമന്ന പോള ഫുള്ള് കളയണം. വീണ്ടും ഒന്നുകൊണ്ട് താത്തി ചെത്തി എളുപ്പത്തിൽ കണ്ട ഇങ്ങനെ ചെത്തുമ്പോഴാണ് നന്നായിട്ട് പോവുക, എളുപ്പത്തിൽ പോവുക. ഇത്ര മതിയെന്ന് തോന്നണം. കണ്ടോ, ഈ സാധനം കുഴപ്പമില്ല, ഇത് മതി. നന്നായിട്ട് പശ വരുന്നുണ്ടേ, കഴുകിക്കളയാം. കറ ഈ സാരിമയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോവേയില്ല. ഇതും കൂടി അതുപോലെ നമുക്ക് ചെത്തി വെക്കാം. 2ഉം ചെത്തി ഞാൻ തൊലി കളഞ്ഞ് വെച്ചു. മുറിക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് ഇങ്ങനെ അരിയുക. അമർത്തി പിടിച്ചാൽ ചാടിപ്പോവില്ല. പെട്ടെന്ന് അരിയാനുള്ള സൂത്രം ഇതാണ് കേട്ടോ, അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആവും. ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ തന്നെ ഒതുക്കി ഇങ്ങനെ പിടിക്കുക. ഏത് 5 വിരലുകൊണ്ടും കൂടി ഇവരെ അമർത്തി പിടിച്ചാൽ അവർ ചാടിപ്പോവില്ല. അപ്പം എല്ലാം നുറുക്കി കഴിഞ്ഞു. ഇതിലിടാം. അധികം നേരം വെച്ചാൽ കറുപ്പ് നിറം വരും. ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കാനായിട്ട്, മുതിരയുള്ള കാരണം ഉള്ളി മൂപ്പിക്കാണ് അല്ലേ. തന്നെയാണ് ഈ കടുക നല്ലത്, കടുക് മാത്രം മതി. മുതിരയും കൂടി ഇടേണ്ട കാരണം ഉള്ളി ഇടാൻ കുറച്ചും കൂടി നല്ലത്. ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ ഇങ്ങനെ കീറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുതിര വെന്തു. എന്താ മുതിരൊക്കെ വെന്തു. വാങ്ങി വയ്ക്കാം. ചെയ്ത് വെച്ചോളൂ. വറുത്തിട്ടുള്ളൂ. ഇതാ കുറച്ച് പപ്പടം കാച്ചിയെടുത്തിട്ട്, കുറച്ച് ഇരിക്കുന്നുണ്ട് കാച്ചിയത്. ഇപ്പോൾ ഇത് 4 കൂടി കാച്ചിയെടുത്തിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് ഇത് ഉള്ളി മൂപ്പിക്കാം. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ലല്ലോ. ഉള്ളി ഇട്ടു.
ഉള്ളി നന്നായിട്ട് മൂക്കണം. പിന്നെ അതിൽ ചേർക്കാൻ കുറച്ച് കറിവേപ്പില ഇടാം. അതുപോലെ തന്നെ ഇതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്രേ വേണ്ടൂ. നല്ല ചുവപ്പ് നിറമാവണ വരയ്ക്ക് ഉള്ളി മൂക്കണം. ഇതാട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. കാശ്മീരി ചില്ലിയാണ് കേട്ടോ അത്. എരിവധികം പറ്റില്ലല്ലോ, അപ്പോൾ ഇതിട്ടാൽ മതി. കറിവേപ്പില ഇട്ടു. നന്നായിട്ട് ഒന്നും കൂടിയും ആവട്ടെ. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. കഴിയാറായി കേട്ടോ. അല്ല വാങ്ങണം നമുക്കിനി. മുളക് പൊടി ഇട്ടു. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറട്ടെ, ഒന്ന് മൊരിയട്ടെ. ഉള്ളിക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല വാസന വന്നിട്ടുണ്ട്. നല്ലതല്ലേ? വാഴപ്പൂവ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആദ്യം ഇടാം. വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടു. ഇതിൽ ഉപ്പ് വേണം, കുറച്ച് പൊടി ഉപ്പ് ഇടണം. ഉപ്പ് പൊടി ഇട്ടു. ഇനി ഇളക്കി നോക്കിയിട്ട് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ പോരങ്ങിടാം കേട്ടോ. ഇത്ര ഇട്ടാൽ മതി. അധികമായാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കാം. ഇഷ്ടംപോലെ ഉണ്ടാവൂലേ? ഞാൻ ഈ പപ്പടം എടുത്തിട്ട് ആ പാത്രത്തിലാക്കട്ടെ കേട്ടോ. ഇവിടെ തണുത്താലോ. പാത്രം കൊണ്ടിട്ടെ. ഇതിലുണ്ട് കുറച്ച് പപ്പടം, കണ്ടോ? അതുകൊണ്ട് ഇതിലിട്ട് വയ്ക്കാം. ഇത്ര മതി, അധികം വേണ്ട. കുറച്ച് നേരമായി നമ്മൾ ഇളക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് വെന്ത പോലെ ഉണ്ട് കേട്ടോ. നമുക്കതിൽ മുതിര ചേർക്കാമെന്നാണ് തോന്നണേ കേട്ടോ. എല്ലാം ആയിട്ടുണ്ട്, കുറച്ച് നേരമായല്ലോ. പിന്നെ അധികം വേവൊന്നുമില്ല ഇതിന്. കുഞ്ഞാക്കി അരിഞ്ഞതല്ലേ, പെട്ടെന്നാവും. ഉപ്പ് കുറച്ചും കൂടി ഇടണം അല്ലേ? അത് ശരി, ഉപ്പിട്ടോളൂ. ഇപ്പം എല്ലായിടത്തും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇനി മുതിര ഇടാം. മുതിരയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചറിയ. ഉപ്പിട്ടിട്ടാണ് അടുപ്പത്ത് വെച്ചത്. കണ്ടോ, വെള്ളം വറ്റിയിട്ടുണ്ട്, പക്ഷേ തീരെ വറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് ഒരു കുഴമ്പൻ പാകത്തിനാണ് ഇപ്പം ഇത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. വാഴക്കൂമ്പും മുതിരയും നല്ല ടേസ്റ്റാട്ടോ ഈ കറി. മുതിര ഒറ്റയ്ക്ക് വെച്ചാലും ടേസ്റ്റാ, വാഴക്കൂമ്പ് ഒറ്റയ്ക്ക് വെച്ചാലും ടേസ്റ്റാ. അപ്പോൾ രണ്ടും കൂടി വെച്ചാലോ അടിപൊളിയല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങോട്ട് വയ്ക്കുക. ചുറ്റുമുള്ള വസ്തുക്കൾ അതും വിഷമൊന്നുമില്ലാത്ത, വളമിടാത്ത നല്ല പ്രകൃതിയിലെ സാധനങ്ങളല്ലേ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണിത്, ജയശ്രീക്കും ഇഷ്ടമാണ്. ഇതാ റെഡി. പക്ഷെ ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോളൂ, നല്ലതാ. സൂപ്പർ. പണി കഴിഞ്ഞു കേട്ടോ. കണ്ടോ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കല്ലേ? മുതിര എപ്പോഴെങ്കിലും വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ വാഴക്കൂമ്പോ വാഴപ്പിണ്ടിയോ രണ്ടായാലും കുഴപ്പമില്ല, ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല സ്വാദാണ്. നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ? കുറച്ച് എനിക്ക് തരണം. അതുണ്ട് ഉപ്പ് ഭാഗം